തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൽ മുന്നണികൾ വീറോടെ പോരാടുകയാണ്. പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ പ്രമുഖരെയാണ് മുന്നണികൾ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻമാരായി നിയോഗിച്ചിരിക്കുന്നത്. അഖിൽ പാലോട്ടുമടം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വീറോടും വാശിയോടും മത്സരം നടക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് തിരുവനന്തപുരം. ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻമാർക്കും അത്രമാത്രം പ്രാധാന്യമുണ്ട്. ചെയർമാൻമാരുടെ പ്രത്യേകത നോക്കിയാൽ LDFനെ സംബന്ധിച്ചിടത്തോളം മുൻ സ്പീക്കറും മന്ത്രിയുമായ CPMന്റെ മുതിർന്ന നേതാവ് M വിജയകുമാറാണ്. UDF ക്യാമ്പാകട്ടെ മുൻ MLAയും തലസ്ഥാന നഗരിയിലെ പ്രമുഖ കോൺഗ്രസ് നേതാവുമായ തമ്പാനൂർ രവി. NDA ക്യാമ്പിലാണ് ഏറ്റവും വലിയ പ്രത്യേകതയുള്ളത്. ലോകമറിയപ്പെടുന്ന ഏറ്റവും വലിയ വിദ്യാർത്ഥി വിചക്ഷണനായിട്ടുള്ള TP ശ്രീനിവാസൻ. ഇവരുടെ രാഷ്ട്രീയം എന്താണ്, ഇവർ പറയുന്ന രാഷ്ട്രീയം എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ONV കുറുപ്പ് മുതൽ LDFന്റെ എല്ലാ സ്ഥാനാർത്ഥികളുടെയും തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ M വിജയകുമാർ ആയിരുന്നു. ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തൽ കൂടിയാകുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് M വിജയകുമാറിന്. ചില അനുകൂല പ്രതികൂല ഘടകങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നുള്ള ആശങ്കയുമുണ്ട്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഉണ്ട് കഴിഞ്ഞ കാലത്തൊക്കെ. പക്ഷേ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുന്ന ഒരു എനിക്ക് പരിചയവും ഇക്കാര്യത്തിലുണ്ട്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, ട്രിവാൻഡ്രം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പലപ്പോഴും അതിൻ്റെ പ്രധാന ചുമതല ഞാൻ വഹിച്ചിട്ടുണ്ട്. അത് ONV സാറ് മത്സരിച്ചല്ലോ, അപ്പോൾ ഞാൻ ചെയർമാനായിരുന്നു. PKV മത്സരിച്ചല്ലോ, വിജയിച്ചു, അന്നും ഞാൻ ചെയർമാനായിരുന്നു. PKVയുടെ മരണശേഷം പന്നിയൻ രവീന്ദ്രൻ ഒരിക്കൽ മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്, അന്നും ഞാൻ ചെയർമാൻ. പ്രതീക്ഷ എന്ന് പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നിന്നുകൊണ്ട് അല്ല നമ്മൾ കാണുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. സാധാരണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആണ് ആദ്യം നോക്കുക. പക്ഷേ അതൊന്നും നോക്കിയാൽ വ്യക്തത വരുന്നതല്ല ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇന്നത്തെ ചിത്രമെന്ന് പറയുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF വിജയിച്ചു വലിയ ഭൂരിപക്ഷത്തിൽ. BJP 2ാം സ്ഥാനത്ത് വന്നു, LDF 3ാം സ്ഥാനത്ത് പോയി. അതൊരു പ്രത്യേക തരത്തിലുള്ള ഒരു തിരഞ്ഞെടുപ്പായിരുന്നു അത്. അതിലൊരുപാട് കാര്യങ്ങളുണ്ട്. സർക്കാരിന് വളരെ അനുകൂലമായിട്ടും അല്ലെങ്കിൽ എതിരായിട്ടുള്ള വിഷയങ്ങളുണ്ടാവും. ഇതെല്ലാം ഞങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ് ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ തയ്യാറെടുപ്പിലേക്ക് പോകുന്നത്. കഴിഞ്ഞ 3 തവണയും ശശി തരൂരിൻ്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചുക്കാൻ പിടിച്ചത് തമ്പാനൂർ രവിയാണ്. 4ാം അംഗത്തിലും തമ്പാനൂർ രവി തന്നെയാണ് ചെയർമാനായി പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ തവണകളെ പോലെയല്ല ഇത്തവണ ത്രികോണ മത്സരമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. ശശി തരൂരിൻ്റെ വികസനങ്ങൾ പറയുന്നുണ്ടെങ്കിലും പാർട്ടിയിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്കടക്കം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടെന്നാണ് തമ്പാനൂർ രവി പറയുന്നത്. ഈ ആകെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്നൊരു ജോലിയാണ് ചെയ്യേണ്ടത്. അതിന് പറ്റിയൊരു ഇലക്ഷൻ കമ്മിറ്റിയുണ്ട്. അപ്പോൾ ഞങ്ങൾ ടീമായിട്ട് എല്ലാ ദിവസവും ഇലക്ഷൻ കമ്മിറ്റി എല്ലാ ദിവസവും രാത്രി കൂടിയിട്ട് പ്രോഗ്രാം ഇടും. അതനുസരിച്ച് സ്ഥാനാർത്ഥി പരിപാടികളും മറ്റു പേരൊക്കെ നടന്നുകൊണ്ടിരിക്കുക. വളരെ ശക്തമായ ചിട്ടയായ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിന്ന് അയാൾ 4ാമത്തെ തെരഞ്ഞെടുപ്പ് നയിക്കുന്ന ആളാണ്. കഴിഞ്ഞ 3 തവണ ഞാൻ തന്നെയായിരുന്നു. ഇത്തവണ ഞാൻ തന്നെയാണ് നടക്കുന്നത്. ത്രികോണ മത്സരം തന്നെയാണ് നടക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് നമുക്ക് മോശം കാണാൻ പറ്റില്ലല്ലോ. പക്ഷേ ഒരാളും പാർട്ടി വിടുന്ന ദോഷം തന്നെയാണ്, സംശയവും. എന്നാൽ രാഷ്ട്രീയക്കാരനും ജനപ്രതിനിധിയൊന്നും അല്ലാത്ത വിദ്യാഭ്യാസ വിചക്ഷണനായിട്ടുള്ള TP ശ്രീനിവാസനാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ചെയർമാനായി പ്രവർത്തിക്കുന്നത്. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയിലും അംഗമല്ല. പക്ഷെ കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് എനിക്ക് തോന്നുന്നത് ഇവിടെ ഒരു പുതിയ MP ആവശ്യമുണ്ട് എന്നുള്ളതാണ്. പല കാരണങ്ങളുമുണ്ട്. അപ്പോൾ അത് തന്നെയല്ല, ഇന്ത്യയുടെ ഭരണത്തിൽ ഒരു ടേം കൂടിയെങ്കിലും ശ്രീ നരേന്ദ്രമോദിക്ക് കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം രാജ്യത്തിൻ്റെ താല്പര്യം നോക്കുമ്പോൾ ഇന്ന് നടക്കുന്ന വികസനം, അതുപോലെ ഇന്ത്യക്ക് കിട്ടിയിരിക്കുന്ന ലോക നേതൃത്വം, ഇവയൊക്കെ നിലനിർത്തണമെങ്കിൽ അദ്ദേഹം തന്നെ തുടർന്നാലേ കഴിയുള്ളൂ. അതൊരു വശത്ത്. രണ്ടാമത് നമുക്കൊരു വ്യത്യസ്തനായ ഒരു നേതാവ് ട്രിവാൻഡ്രത്തിനുണ്ടാക്കണം. വികസനത്തിൽ ഇഷ്ടമുള്ള, മറ്റു രാജ്യങ്ങളിൽ മാത്രം യാത്ര ചെയ്ത് ഇന്ത്യ തിരുവനന്തപുരത്തെ പറ്റി പറയുന്ന ഒരു വ്യക്തിയെക്കാളും തിരുവനന്തപുരത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു വ്യക്തിയാണ്. രാഷ്ട്രീയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും സാമുദായിക സമവാക്യങ്ങളുമെല്ലാം ഒരുപോലെ ചേർത്ത് വിജയത്തിലേക്കുള്ള കരുക്കൾ നീക്കുകയാണ് മുന്നണികൾ. തലസ്ഥാന നഗരിയിൽ നിന്നും രാജ്യ തലസ്ഥാനത്തേക്ക് ആര് പോകുമെന്നത് കണ്ടുതന്നെ അറിയേണ്ടതാണ്.
രാജ്യപുരോഗതിക്കായുള്ള ഈ വിധിയെഴുത്തിൽ ആര് വിജയിച്ചു കയറും എന്നതും അറിയേണ്ടതാണ്. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻമാരായ അനീഷ് കാട്ടാക്കടയ്ക്കും അനൂജ് ആനാവൂരിനുമൊപ്പം അഖിൽ പാലോട്ടുമഠം, ജനം, തിരുവനന്തപുരം.